അങ്ങനെയായിരുന്നു അമ്മ. ഇപ്പൊ ഞാനും അച്ഛനും ചേച്ചിയൊക്കെ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നു, അതിനൊരേ ഒരു കാരണമുള്ളൂ, അത് അമ്മ തന്നെയാണ്. ഇപ്പോ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇപ്പൊ കടയിലുള്ളവർക്കാണെങ്കിലും അമ്മയുടെ കാഴ്ചപ്പാടിനോട് ഇന്നും റെസ്പെക്ട് ഉണ്ടായിരുന്നു. കാരണം ഉള്ളതുള്ള പോലെ പറയും, ഇല്ലാത്തത് ഉള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് അത് പറയുമ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു, റെസ്പെക്റ്റ് ഒക്കെ എന്നും ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാവർക്കും പെട്ടെന്നൊരു വിഷമായി. ഞാനന്ന് ചെറുതായിരുന്നു, അപ്പൊ എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു തന്ന അപ്പൊ ആ ഒരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ എല്ലാ സ്റ്റേജും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫേസ് ചെയ്തത്. അപ്പോ സാധാരണയായിട്ടുള്ള പലർക്കും കടന്നു പോകാൻ പറ്റാത്ത സ്റ്റേജിൽ കൂടെ അമ്മ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഇങ്ങനെ ഫേസ് ചെയ്തു എന്ന് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് വരെ ഞാൻ അമ്മേനെ ഒരു നേതൃത്വം കണ്ട് അമ്മ ഇങ്ങനെ ചെയ്തു. അപ്പൊ അതേപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു. അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോണത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിമ്പതി, അത് ആൾക്കൊട്ടും ഇഷ്ടമല്ല. ഇപ്പൊ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പഴയ പോലെ ആയിക്കോട്ടെ, എല്ലാവരും എന്നോട് ഒരേപോലെ പെരുമാറണം. ഇപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞൊരു വെറുതെ ഒരിക്കലും വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരോട് സംസാരിക്കണ്ട, ആർക്കൊക്കെ എന്നോട് പഴയ പോലെ പെരുമാറാൻ പറ്റുമോ അത് മതി. അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. ആൾക്ക് ഒരാൾ വന്നിട്ട് ഭയങ്കര വിഷമം പോലെ കാണിക്കുന്നു, അതൊന്നും ഇഷ്ടമല്ല. അത് കാണുമ്പോൾ ആള് ഭയങ്കര ദേഷ്യം വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഒരേപോലെ പെരുമാറണം എന്നായിരുന്നു ആഗ്രഹം. അതേപോലെ നിങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എപ്പോഴും ഗ്രൂപ്പിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ വീട്ടില് എപ്പോഴും ഞങ്ങളിങ്ങനെ അറിയും, ഇവിടെ എങ്ങനെയാണ്, അതാണ് ഇതാണ് ആൾക്കാരെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. എന്നെയൊക്കെ ചേച്ചിക്ക് അറിയാവുന്നത്, ഞാനങ്ങനെയല്ല. അപ്പൊ വീട്ടിലുള്ളപ്പോ ഒക്കെ ഞങ്ങൾ 4 പേരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ പോകുന്നു, ചേച്ചി ഇവിടെ പോകുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നാലും ഞങ്ങൾ 4 പേര് ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ഒരുമിച്ച് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ വയ്യാതായപ്പോ പോലും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. വയ്യാതായിരുന്ന പോലും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒറ്റയ്ക്ക് വേദന എല്ലാം സഹിച്ച് ഞങ്ങളുടെ കാര്യം നോക്കിയിരുന്നു. എൻ്റെ പഠിപ്പിൻ്റെ കാര്യമാണെങ്കിലും ചേച്ചിയുടെ പഠിപ്പ്, കടയിലെ കാര്യങ്ങൾ പോലും അച്ഛൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനുചിതമായിട്ടുള്ള സിന്ധുവിന് ഇങ്ങനത്തെ രോഗമുള്ള കാര്യം മുടി പ്രോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് സിന്ധു മുടി വെട്ടിയേക്കാണ്. സിന്ധുവിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. 2 ആളായിരുന്നു നന്നായിട്ട് മുടി ഉണ്ടായിരുന്ന ആള്. ഒന്ന് ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ കുറേ സീനിയറായിട്ട് നിങ്ങളൊപ്പം വന്ന് SSLC ചെയ്ത ആളാണ്. അപ്പോൾ ഈ മുടിയുള്ളവർ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പം ഞാൻ പറയും, ഒന്ന് കുഞ്ഞമ്പളി, ഒന്ന് സിന്ധു, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ മുടിയിട്ടായിരുന്നു. അപ്പം ഞാനിവരെ കളിയാക്കി പറയുന്നു, ഇതുക രണ്ടും പടവലങ്ങയുടെ കാര്യം പറഞ്ഞ പോലെയൊന്നു മേപ്പെട്ടില്ല വളർച്ചാക്കിപ്പെട്ടുണ്ട്. അത് മനസ്സിലായത് എനിക്ക് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്താ പറയാ, വാക്കുകൾക്ക് പഞ്ഞം വരും ഈ ഫീൽഡ്. അതാ പ്രശ്നം. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ പ്രാസംഗികമൊന്നല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉഷാറായിരുന്നു, പിന്നെ ടച്ചൊക്കെ പോയി. എന്തായാലും സിന്ധുവിൻ്റെ വേർപാടിന് നിങ്ങളെപ്പോലെ ഞാനും പങ്കുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം.